ഖത്തർ നാളെ ദേശീയ ദിനം ആഘോഷിക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെങ്ങും വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ ദോഹ കോർണിഷിൽ ദേശീയ ദിന പരേഡ് നടക്കും. രാജ്യത്തിന്റെ ഐക്യവും പൈതൃകവും വിളംബരം ചെയ്യുന്ന ദേശീയ ദിനാഘോഷങ്ങൾക്ക് 10 ദിവസം മുമ്പ് തന്നെ ദർബൽസായി മൈതാനിയിൽ തുടക്കമായെങ്കിലും നാളെ രാവിലെ ദോഹ കോർണിഷിൽ നടക്കുന്ന ദേശീയ ദിന പരേഡോടെ രാജ്യം ഉത്സവത്തിമർപ്പിലേക്ക് നീങ്ങും. രാജ്യത്തിന്റെ അഖണ്ഡതയും സൈനിക ശേഷിയും വിളംബരം ചെയ്യുന്ന ദേശീയ ദിന പരേഡിന് 3 വർഷങ്ങൾക്ക് മുമ്പാണ് ദോഹ കോർണിഷ് അവസാനമായി വേദിയായത്. ഗസയിലെ ഇസ്രായേൽ അധിനിവേശം ഉൾപ്പെടെ അറബ് ലോകത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയ ദിന പരേഡ് ഒഴിവാക്കിയാണ് രാജ്യം ദേശീയ ദിനം ആഘോഷിച്ചത്. നിങ്ങളാൽ ഉയർച്ച, നിങ്ങളിൽ പ്രതീക്ഷ എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി നടത്തുന്ന ഈ വർഷത്തെ ദേശീയ ദിനത്തിൽ ഫിഫ അറബ് കപ്പിന്റെ കലാശ പോരാട്ടത്തിനു കൂടി രാജ്യം സാക്ഷ്യം വഹിക്കും. കോർണിഷിൽ നാളെ രാവിലെ നടക്കുന്ന ദേശീയ ദിന പരേഡ് കാണാൻ പതിവ് പോലെ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. രാവിലെ 5 മുതൽ 7:30 വരെയാണ് പ്രവേശന സമയം. 9-ന് പരേഡ് ആരംഭിക്കും. പൗരന്മാരെയും താമസക്കാരെയും പരേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആഘോഷ പരിപാടികളിൽ പരേഡ് തിരിച്ചെത്തുന്നത്. വ്യാഴാഴ്ച രാജ്യത്ത് അമീരി ദിവാൻ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഇനി പ്രവൃത്തി ദിനം ഉണ്ടാവുക. സ്വകാര്യ മേഖലയിലും 1 ദിവസം ശമ്പളത്തോടുകൂടി അവധി നൽകണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പൊതുസുരക്ഷ കണക്കിലെടുത്ത് ഡിസംബർ 16 മുതൽ 19 വരെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ ഷെറാട്ടൺ ഹോട്ടൽ വരെ സമുദ്ര ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് നേരത്തെ ദർബൽസായിയിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരുന്നു. ഡിസംബർ 20 വരെ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ തുടരും. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.